കണിച്ചുകുളങ്ങര പെരുന്നേറമംഗലം LP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടം ഫെബ്രുവരി 6-ന് നാടിന് സമർപ്പിക്കും. 1922 കാലഘട്ടത്തിൽ സ്ഥാപിതമായ സ്കൂൾ ഇന്ന് ശതാബ്ദിയുടെ നിറവിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഏറ്റവും ഉചിതമായ സമയത്ത് കൃത്യമായ സ്കൂളിനുള്ള ഒരു കെട്ടിടം, വളരെ ഹൈടെക്കായ കെട്ടിടം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിദ്യാകരണ പദ്ധതിയിൽപ്പെടുത്തി MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളിനെ പറ്റി പറയുമ്പോൾ തന്നെ വളരെയേറെ ഒട്ടനവധി പ്രമുഖരായ വ്യക്തികൾ ഈ സ്കൂളിൽ പഠിച്ച് വളർന്നു വലുതായി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്കൂൾ അർഹിക്കുന്ന രീതിയിലുള്ള തന്നെ ഒരു പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇവിടെ പഠിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ മക്കൾക്ക് ഇനി വീണ്ടും ഒരു 50-100 വർഷത്തേക്കുള്ള ഒരു കരുതൽ എന്ന നിലയിലാണ് സ്കൂളിൻ്റെ കെട്ടിടം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് നാടിനായിട്ട് കുട്ടികൾക്കായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 കോടിയോളം വരുന്ന തുക MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഈ സ്കൂളിന് അനുവദിക്കുകയും പറഞ്ഞ 1.5 വർഷമായപ്പോഴത്തേക്കും സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ പ്രാരംഭഘട്ടത്തിൽ അല്പം തടസ്സം നേരിട്ടിരുന്നു. ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചിത്തരഞ്ജൻ സാറ് നമ്മുടെ ജനപ്രതിനിധിയായിട്ട് വരുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ഈ താമസത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ട ചുമതല നടപടിക്രമം നീക്കുമെന്ന് നമുക്ക് ഉറപ്പുവരുത്തുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഈ സ്കൂളിൻ്റെ പണി പൂർത്തിയാക്കാനും വളരെ മനോഹരമായൊരു കെട്ടിടം നമ്മുടെ കുട്ടികൾക്കും നാടിനും വേണ്ടിയിട്ട് സമർപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 6-ന് ഉച്ചയ്ക്ക് 2-ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് AM ആരിഫ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി എന്നിവർ മുഖ്യ അതിഥികളാകും. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംല ബീഗം റിപ്പോർട്ട് അവതരിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനഭായി, വൈസ് പ്രസിഡന്റ് CC ഷിബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P രത്നമ്മ, പ്രീത അനിൽ, TS സുഖലാൽ, വാർഡംഗം PJ സജിമോൻ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ VK അശോക് കുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ CC കൃഷ്ണകുമാർ, ചേർത്തല DEO AK പ്രതീഷ്, AEO AS സാബു, ഹെഡ് മിസ്ട്രസ് C അനില, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ ഭാരവാഹികൾ. 100 വർഷം പൂർത്തിയാകുന്ന ഈ സ്കൂളിന് കേരള സർക്കാർ നൽകുന്ന ഒരു സമ്മാനമാണ് ഈ പുതിയ സ്കൂൾ കെട്ടിടം. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 2 കോടി രൂപ മുടക്കി നമുക്ക് ഈ പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം 2024 ഫെബ്രുവരി മാസം 6-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവറുകൾ നിർവഹിക്കുകയാണ്. ആലപ്പുഴയുടെ ജനകീയ MLA ശ്രീ PP ചിത്തരഞ്ജൻ അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗത്തിൽ ആലപ്പുഴയുടെ പ്രിയങ്കരനായ MP ശ്രീ AM ആരിഫ്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VG മോഹനൻ, മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുദർശനഭായ് ടീച്ചർ, വൈസ് പ്രസിഡന്റ് ശ്രീ CC ഷിബു, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി P രത്നമ്മ, 2ാം വാർഡ് മെമ്പർ ശ്രീ PJ സജിമോൻ, പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും, ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ വിശിഷ്ടരായ വ്യക്തികൾ, ഈ നാട്ടുകാർ, അങ്ങനെ എല്ലാവരും കൂടി ഒത്തിണങ്ങിക്കൊണ്ട് ഒരു ഉത്സവ ലഹരിയിൽ ഈ സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രതീക്ഷ ഈ സ്കൂളിൽ കുട്ടികളുടെ ഒരു പോരായ്മ കൊണ്ട് നിലനിൽക്കുകയാണ്. ഈ പുതിയ കെട്ടിടം വരുന്നതോടുകൂടി ഈ സ്കൂളിൻ്റെ അടിസ്ഥാന വികസന സൗകര്യം വർദ്ധിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പുതിയതായിട്ട് ഈ സ്കൂൾ കെട്ടിടം വരുന്നതോടുകൂടി കൂടുതൽ കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരെന്ന നിലയിലും സ്കൂൾ അധികൃതർ ഞങ്ങൾക്ക് പറയാനുള്ളത്.